നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബ അമ്പലത്തിൽ 3 ദിവസത്തെ ഒരു പ്രതിഷ്ഠാദിനം ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ ടൈമിലാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പടക്കത്തിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ടാവും. അറിയില്ല എത്രത്തോളം ക്ലിയർ ഉണ്ട് വോയിസ് എന്ന്. അപ്പോൾ നമ്മുടെ 3 ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ലാസ്റ്റത്തെ ദിവസമാണ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് 8ാം മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ രാത്രി അവിടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടെ മോളൂസും കണ്ണനുമാണ് കേട്ടോ ഉള്ളത്. അപ്പം അവർ അമ്പലത്തിൻ്റെ അകത്തേക്കൊക്കെ കയറും. ഞാൻ നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ചെന്നപ്പം തന്നെ ഞങ്ങൾ കയറി പായസം കുടിച്ചു കേട്ടോ. ചോറ് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോറ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചു വന്നതുകൊണ്ട് തന്നെ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പായസം പോയി കുടിക്കുകയാണ്. അപ്പോൾ ഈ എൻ്റെ അമ്മ ഇട്ടിട്ടുള്ള ഡ്രസ്സില്ലേ, നിങ്ങൾ കാണുന്നുണ്ടാവും ചുറ്റുവട്ടത്ത് ആ ഒരു പിങ്ക് ബ്ലൗസിലിതാ ഈ ഒരു ഡ്രസ്സ്. ഇത് നമ്മുടെ അമ്പലത്തിലെ മാതൃസമിതിൻ്റെ യൂണിഫോമാണ് കേട്ടോ. മൊത്തം ഞങ്ങളുടെ കുടുംബക്കാരാണ്, ഞങ്ങളുടെ കുടുംബാമ്പലമാണ്. അപ്പോൾ ഞാൻ ചെറുതാവുമ്പോഴൊക്കെ ഈ ഒരു അമ്പലത്തിൽ സ്ഥിരം വരുന്ന ആളാണ് കേട്ടോ. അത് ആ സമയത്ത് എന്ന് പറയുന്നത് ചെറിയൊരു ഷെഡ് പോലത്തെ ഒരു കുഞ്ഞൊരിത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത്രയും വലിയതൊന്നും ആയിട്ടില്ല. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അമ്പലമൊക്കെ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്നത്. ഇനിയും പണികളും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്, ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുഴയുള്ളത് കേട്ടോ. അപ്പം അവിടേക്കൊന്ന് ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്ന് പോയതാണ്, ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കടവായിട്ടൊന്നും വന്നിട്ടില്ല. ഭാവിയിൽ കടവൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ഉണ്ട്, നടക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിശന്നപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു ചോറ് കഴിക്കാൻ. 3 ദിവസത്തെ പ്രതിഷ്ഠാദിന പരിപാടി ആയതുകൊണ്ട് തന്നെ അമ്മ 3 ദിവസം ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ലാസ്റ്റത്തെ ദിവസം വന്ന് അന്ന് ഞങ്ങളുടെ കൂടെ അമ്മ ഇങ്ങോട്ട് വന്നതാണ്. ചേച്ചിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കണ്ണന് മുണ്ട് കൊടുക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ മുണ്ട് ഉടുപ്പിച്ച് കൊടുത്തു കേട്ടോ. കുറേ നേരം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു 10 മിനിറ്റ് തികച്ചവൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വല്യമ്മേൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ വല്യമ്മേൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ട്, അപ്പം ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേലും അമ്പലത്തിൽ പൂജയും പിന്നെ ദീപാരാധനയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാണ് പരിപാടി. അപ്പോൾ അതിനു മുമ്പേ ഡ്രസ്സൊക്കെ മാറ്റി വന്നതാണ്. അങ്ങനെ അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങി കേട്ടോ. ഇന്നും അത്യാവശ്യത്തിന് പരിപാടി ഉണ്ടായിരുന്നു. മെയിനായിട്ട് കോൽക്കളിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലാസ്റ്റത്തെ ദിവസം വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കൈകൊട്ടിക്കളിയും പിന്നെ അല്ലാത്ത ഡാൻസും ഒക്കെ ഉണ്ട്. ഇത് എൻ്റെ ചേച്ചിമാരുടെ ഡാൻസാണ് കേട്ടോ. ഞാൻ ഇതിലൊന്നും മ്യൂസിക് ഇടുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് പ്രശ്നമുള്ളതുകൊണ്ട്. താമര നയനൻ കൃഷ്ണൻ ചെവടി ചേർന്നു നന്നായി ചേകവരോടുകൂടി കാനനെ കാലിമേച്ചങ്ങഴകൊടുവാഴും കാലം കോലടി ക്രീഡയ്ക്കായി ബാലരോടേവമുചേ.
കണ്ടുകൊണ്ടിരുന്നത് ഒറിജിനൽ കോൽക്കളിയാണ് കേട്ടോ. പണ്ട് കാലത്ത് കളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈപ്പ് കോൽക്കളിയാണ് കേട്ടോ. അതിലും പല പല രീതിയിൽ അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇന്ന സമയത്ത് കളിച്ചതാണ്, ഇന്നതാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ കോൽക്കളിയും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം നമുക്കിനി ഇവിടുന്ന് വീട്ടിലെത്തണം. അപ്പം അനിയേട്ടൻ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.